വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ പനിയാണെങ്കിൽ ഒരു ഡോളോ കുടിക്കും, അല്ലെങ്കിൽ ഒന്ന് ആവി പിടിക്കും, അതും അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി ഇട്ട് കുടിക്കും. അപ്പോൾ വലിയ പനിയാണെങ്കിലോ? എന്ത് ചോദ്യാടോ? പനി വന്ന് ആരെങ്കിലും നോക്കിയിരിക്കോ? ഹോസ്പിറ്റലിൽ പോകൂലേ എന്നാവില്ലേ ചിന്തിക്കുന്നേ? എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. പനിയാണോ, ഇനി മരുന്നൊന്നും വേണ്ടെന്നേ. ഇതെൻ്റെ തിയറി അല്ല, മദ്രാസ് IIT ഡയറക്ടർ V കാമകോടി പറഞ്ഞതാണ്. തൻ്റെ അച്ഛന് പനി വന്നപ്പം ഗോമൂത്രം കുടിച്ചതെന്നും 15 മിനിറ്റിനുള്ളിൽ പനി പമ്പ കടന്നു എന്നാണ് കാമകോടി പറയുന്നത്. ഒരു സന്യാസിയുടെ പക്കൽ നിന്നാണ് ഗോമൂത്രം ലഭിച്ചതെന്നും അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ലെന്നും കാമകോടി പറഞ്ഞു. ചെന്നൈയിൽ നടന്ന ഗോപൂജ ചടങ്ങിലാണ് IIT ഡയറക്ടറുടെ വിചിത്ര പരാമർശം. അതുകൊണ്ട് ഒന്നും തീർന്നില്ല. ശരീരത്തെ ബാധിക്കുന്ന ചില ബാക്ടീരിയകളെയും ഫംഗസുകളെയും നശിപ്പിക്കാനുള്ള കഴിവ് ഗോമൂത്രത്തിനുണ്ടത്രേ. ഗോമൂത്രം കുടിക്കുന്നത് ദഹനക്കേടിന് നല്ലതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായി മണ്ടനെന്ന് വിചാരിക്കണ്ട, ഇന്ത്യയിലെ AI വിദഗ്ധരിൽ ഒരാളാണ് ഈ V കാമകോടി. ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറായ ശക്തി വികസിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകിയ ഒരാളായിരുന്നു ഇദ്ദേഹം. ഇങ്ങനെ എങ്ങനെ ഇവിടെ എത്തിയാവോ? അത്ഭുതപ്പെടാനൊന്നുമില്ല. നേരത്തെ തന്നെ ഗോമൂത്രം കുടിക്കുന്നതിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ BJP നേതാക്കളും ഹിന്ദുത്വവാദികളും ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ. ശരീരത്തിൽ ചാണകം പൂശുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് വാദിക്കുന്ന MLA ഇപ്പോഴും ഉണ്ടേ. എന്തായാലും തന്റെ വിചിത്ര പരാമർശത്തെ തുടർന്ന് കാമകോടിക്കെതിരെ IIT സ്റ്റുഡൻസ് യൂണിയൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട IIT ഡയറക്ടർ നടത്തിയ പ്രസ്താവനയെ അപലപിക്കുന്നുവെന്ന് യൂണിയൻ പറഞ്ഞു. അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ V കാമകോടി പ്രസിദ്ധീകരിക്കണമെന്നും വാദങ്ങൾ ശാസ്ത്രീയമായി തെറ്റായതിനാൽ മാപ്പ് പറയണമെന്നും സ്റ്റുഡൻസ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.